പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒലിങ്കര എന്ന പ്രദേശത്ത് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുടെ ഭാഗമായി കേരള സർക്കാർ ലൈഫ് മിഷൻ എന്ന പേര് നൽകി നിർമ്മിച്ച 400ഓളം ഫ്ലാറ്റുകളുടെ മധ്യത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ 400ഓളം ഫ്ലാറ്റുകളിൽ ഏതാണ്ട് 2000ഓളം ആൾക്കാർ വസിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. പകുതിയിലധികം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടുത്തെ നിവാസികൾ പലതരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്ത പ്ലാനിൽ നിന്ന് വളരെ ഡീവിയേറ്റ് ചെയ്ത് ഏറ്റവും മോശം കൺസ്ട്രക്ഷനിൽ പൊട്ടി ഒലിച്ച് പ്ലാൻ ഡീവിയേറ്റ് ചെയ്ത് വിസ്തീർണം പോലും കുറച്ച് അഴിമതിയുടെ കൂത്തരങ്ങായി നിർമ്മിക്കപ്പെട്ട 400ഓളം ഫ്ലാറ്റുകൾ. അലോട്ട് ചെയ്തവർ പോലും ഇതിൽ താമസിക്കുന്നില്ല. കാരണമെന്ത്? പൊട്ടി ഒലിക്കുന്ന ഡ്രെയിനേജ്, കക്കൂസ് എന്നുള്ള മാലിന്യത്തിൻ്റെ പൊട്ടി ഒലിക്കൽ, പൊട്ടി നിൽക്കുന്ന സ്ട്രക്ചറുകൾ, അതൊരു സൈഡിൽ. താമസിക്കാൻ യാതൊരു സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കാട് പിടിച്ച് കല്ലും മറ്റ് പട്ടികളും മറ്റ് മൃഗങ്ങളുമൊക്കെ ഇവരെ ഉപദ്രവിക്കുന്ന കുട്ടികളെപ്പോലും പട്ടികൾ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥ. അത് കൂടാതെ ഇവിടെ ഇവർക്ക് ഈ സമ്മറിലൊന്നും ഒട്ടും വെള്ളമില്ല. വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട തോന്നൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ജീവിക്കാൻ തോന്നാത്ത അവസ്ഥ. അതുകൊണ്ട് അലോട്ട് ചെയ്തവർ പോലും വിട്ടുപോകുന്ന അവസ്ഥ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് അഴിമതിയുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണിത്. ഫെയിലിയറിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണിത്. പ്രൈം മിനിസ്റ്ററുടെ പദ്ധതിയുടെ നശിപ്പിച്ചതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണിത്. ഇതിന് ബന്ധപ്പെട്ടവർ പബ്ലിക് കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, PWD, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരൊക്കെ ഇതിന് ഉത്തരവാദികളാണ്. ഈ 2000ഓളം വരുന്ന മനുഷ്യർ താമസിക്കേണ്ടടുത്ത് ഏതാണ്ട് പകുതി ആൾക്കാർ താമസിക്കുന്നു. അവർ പോലും ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതിന് ഉത്തരവാദികളെ കണ്ടുപിടിച്ച് അവരെ ബുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ആദ്യം ചെയ്യേണ്ടത് ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. ഒന്ന്, ഈ ഡിഫക്റ്റ്, കൺസ്ട്രക്ഷനിലെ ഡിഫക്റ്റ്, പൊട്ടി ഒലിച്ച് കിടക്കുന്ന ഓട, ഈ കക്കൂസ് എന്നുള്ള ആ ഡ്രെയിനേജ്, അതിൻ്റെ പ്രശ്നങ്ങൾ, പൊട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ ഇമ്മീഡിയറ്റായിട്ട് റിസ്റ്റോർ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം. രണ്ടാമത്, കുടിവെള്ളത്തിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കണം. മൂന്നാമത്, ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാടും പട്ടിയും പന്നിയൊക്കെ ആയിട്ടുള്ള ഈ സ്ഥലത്ത് മനുഷ്യന് ജീവിക്കത്തക്ക രീതിയിലും ഒപ്പം കുട്ടികൾക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫിസിക്കൽ എക്സർസൈസിന് വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുക്കണം. ഒറിജിനൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ വിഭാവന ചെയ്തത് അതേ രീതിയിൽ ഇതിലെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ഇവരെ മനുഷ്യരായിട്ട് ട്രീറ്റ് ചെയ്ത് അതിനു വേണ്ടിയുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ഉണ്ടാവണം, എത്രയും വേഗം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.